വിവാദ ഹിന്ദി ചിത്രം സത്ലജ് 3 വർഷത്തിന് ശേഷം 3 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊക്കെ ശേഷം തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കളുടെ ആഗ്രഹമെങ്കിലും അത് നടന്നില്ല. ഒടുക്കം OTTയിൽ സ്ട്രീമിങ്ങിനെത്തി. പക്ഷേ OTT സ്ട്രീമിങ്ങും ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. C5-ലായിരുന്നു അത് OTT സ്ട്രീമിംഗ് തുടങ്ങിയിരുന്നത്. അപ്പോൾ സി നെറ്റ്വർക്കും ഇപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് കണ്ടന്റിന് ചില പ്രശ്നങ്ങളുണ്ട്. ദേശദ്രോഹ ശക്തികൾക്ക് ഒരായുധമാകും അതിൻ്റെ കണ്ടന്റ്. അതുകൊണ്ട് ഞങ്ങളത് തടഞ്ഞു വെക്കുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ സി നെറ്റ്വർക്ക് നൽകുന്നത്. അങ്ങനെ ആ സ്ട്രീമിങ്ങും നിർത്തിവച്ചിരിക്കുകയാണ്. എന്തായാലും ജസ്വന്ത് സിംഗ് ഖൽറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ ജീവിതകഥ അല്ലെങ്കിൽ ഈ ഖലിസ്ഥാൻ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നടന്ന കൂട്ടക്കൊലകളുമായി ബന്ധപ്പെട്ട ഇതിവൃത്തമാണ് ആ ചിത്രത്തിനുള്ളത്. ഒടുക്കം ഈ OTT സ്ട്രീമിങ്ങും നിർത്തിവെക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, അപ്പോൾ OTTയിൽ വലിയ നല്ല റിവ്യൂ വെച്ചാൽ നല്ല രീതിയിൽ ആളുകൾ അത് കാണുന്നു, നല്ല അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ OTTയും കട്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഒന്ന്, ഇത് ഒരു സിഖ് ഇൻസർജൻസിയുടെ കാലത്തെ നമ്മൾ പറഞ്ഞ ഖലിസ്ഥാൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് അതിൻ്റെ പ്രമേയം. അപ്പോൾ അങ്ങനെ ഒരു മൂവിക്ക് 3 വർഷം കാത്തിരുന്നു. അവർക്ക് സെൻസർ സർട്ടിഫിക്കറ്റിന് 3 വർഷം നീണ്ട ബാറ്റിലായിരുന്നു അവരുടേത്. എന്നിട്ട് അത് തിയേറ്ററിൽ വന്നില്ല. സാധനം OTTയിൽ വന്നപ്പോൾ OTTയിൽ നിന്ന് പിൻവലിക്കുകയാണ്. OTTയിൽ വന്ന അൺകട്ട് വേർഷനാണ്. അൺകട്ട് വേർഷൻ എന്ന് വെച്ചാൽ ഒരു സെൻസറും ഇല്ലാത്ത വേർഷനാണ് വന്നത്. അതിനർത്ഥം അവർക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല തിയേറ്ററിൽ കാണിക്കാൻ ഇപ്പോഴും. പക്ഷേ OTTയിൽ അനുവദിക്കുന്ന OTTയിൽ സെൻസറിങ് ഇല്ലല്ലോ. അപ്പോൾ അത് OTTയിൽ വന്നാൽ പോലും പ്രശ്നമാകുമെന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ്. അതിൽ 120 ഭാഗങ്ങൾ മുറിച്ചു വരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 127. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഖലിസ്ഥാൻ ഒരു പ്രശ്നമാണ്. അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലത്തെ, കോൺഗ്രസ് ഭരണകാലത്തെ ഒരു പ്രശ്നമാണെങ്കിലും, ഉദാഹരണത്തിന് ബ്ലൂ സ്റ്റാർ മൂവ്മെൻറ്റൊക്കെ കോൺഗ്രസിൻ്റെ ഓപ്പറേഷനൊക്കെ കോൺഗ്രസിൻ്റെ കാലത്തെ പ്രശ്നമാണെങ്കിലും ഈ ഖലിസ്ഥാൻ ഇഷ്യൂ ഇപ്പോഴും നീറിപ്പോകുന്നൊരു പ്രശ്നമാണ് പഞ്ചാബിനെ സംബന്ധിച്ച്. പഞ്ചാബിൽ ഇലക്ഷൻ വരാൻ പോകണം അടുത്ത വർഷം. പഞ്ചാബ് ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഈ മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടികൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ, പഞ്ചാബ് ഉപദേശീയതാവാദം, അത് ജനങ്ങളിൽ കൂടുതൽ ചർച്ചയാവുകയും ചെയ്യുന്ന ആർക്കാണ് ദോഷം ചെയ്യുക? അത് ദോഷം ചെയ്ത് BJPക്കാണ് കൂടുതൽ ചോദിച്ചത്. കോൺഗ്രസിനേക്കാളുള്ളത് ഇപ്പോൾ ദോഷം ചെയ്യുക BJPക്കാണ്. കാരണം ഈ ഖലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഒപ്പോണൻ്റായിട്ട് അവർ കാണുന്നത് BJPയാണ്, കോൺഗ്രസിനെ അല്ല. ഇപ്പോൾ മുമ്പ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ കാലത്തൊക്കെ കോൺഗ്രസ് ആയിരുന്നു മുഖ്യശത്രുവെങ്കിൽ ഇന്ന് മുഖ്യശത്രു സ്ഥാനത്ത് ഖലിസ്ഥാൻവാദികളുടെ മുഖ്യശത്രു BJPയാണ്. അപ്പോൾ ഇങ്ങനെയൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഡിസ്കഷനാവും. പിന്നെയും ആ വികാരം ജനങ്ങളിൽ ഉണരും. പഞ്ചാബികളുടെ ഒരു പഞ്ചാബി വികാരം ഉണർന്നു വരും. അതുണ്ടാക്കാൻ പോകുന്ന നൂലാമാലകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം. പക്ഷേ OTTയിൽ അൺകട്ട് വേഷം വരുന്നു. അൺകട്ട് വേഷം വന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുള്ള ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സിനിമയ്ക്ക് സെൻസർ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. ഒരു കണ്ടൻറ്റും സുരക്ഷിതമല്ല. അതിപ്പോൾ ഏതെങ്കിലും വാർത്താ ചാനലുകളുടെ ന്യൂസ് സ്റ്റോറി ആവട്ടെ, അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ വ്ളോഗറോ ഉണ്ടാക്കുന്നൊരു ഇതാവട്ടെ, സർക്കാർ വിചാരിക്കുകയാണ് അതിനി വേണ്ട, ഇന്ത്യയിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇന്ത്യയിലില്ല. അതായത് പുതിയ IT ചട്ടങ്ങൾ അങ്ങനെയാണ്. IT ചട്ടങ്ങൾ പ്രകാരം സർക്കാരിന് തോന്നുവാണ് ഇത് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അതെടുത്ത് കളയുക. എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ്. അപ്പോൾ നമ്മുടെ തന്നെ മീഡിയ കൊണ്ട് തന്നെ കാര്യം കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് അപ്രത്യക്ഷമായത് അറിയാലോ. നമ്മൾ കോടതി പോകുന്നു, തിരിച്ചു വരുന്നു. എത്ര പേർക്ക് അങ്ങനെ കോടതി പോകാൻ പറ്റും? എത്ര വ്ളോഗർമാർ ഞങ്ങളുടെ ഒരു 10-25,000-ഓളം ഓർഡറുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഓൺലൈൻ കണ്ടൻറ്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്ര പേരുടെ എത്ര ചാനലുകൾ പോയിട്ടുണ്ട്, എത്ര യൂട്യൂബ് ചാനലുകൾ പോയിട്ടുണ്ട്, എത്ര വീഡിയോസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഇന്ത്യക്കാരായ ഒരുപാട് പേരുടെ കണ്ടൻറ്റുണ്ട്. ഇന്ത്യയിൽ കാണാൻ കഴിയില്ല, വിദേശത്ത് വരുന്ന കാണാം. അതെന്തുകൊണ്ട് ഇന്ത്യയിൽ കാണിക്കാത്തത്? അപ്പോൾ ഒരു കണ്ടൻറ്റിന് ലീഗലി പ്രശ്നമാണെങ്കിൽ ഇന്ത്യയിൽ അത് നിരോധിക്കുമ്പോൾ ലോകത്ത് കാണുമല്ലേ? ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഔട്ട് ബോക്സിൽ പറഞ്ഞു, അശോക് സ്വൈൻ എന്ന് പറയുന്ന ഒരു ഒഡീഷക്കാരനായ ഒരു അക്കാഡമിക്കുണ്ട്. അദ്ദേഹം ഇൻ്റർനാഷണൽ മാഗസിൻസിലൊക്കെ ലേഖനം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോർ ഏരിയ എന്ന് പറഞ്ഞാൽ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ്, യുദ്ധം സമാധാനമാണ്. അദ്ദേഹം സ്വീഡനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇന്ത്യയിൽ കിട്ടുന്നില്ല, നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ VPN ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമുക്ക് നോക്കണമെങ്കിൽ. അദ്ദേഹത്തിൻ്റെ നിരവധി ലേഖനങ്ങൾ അന്താരാഷ്ട്ര ജേണലുകൾ വരുന്നതാണ്. പക്ഷേ അതിൻ്റെ അക്കൗണ്ടിൽ നമുക്കത് വായിക്കാൻ കഴിയില്ല. അദ്ദേഹം ഷെയർ ചെയ്യുന്നു, അദ്ദേഹം കുറിപ്പായിട്ട് എഴുതുന്നത് വായിക്കാൻ കഴിയില്ല. കാരണം
അദ്ദേഹം കടുത്ത മോദി വിമർശകനാണ്. ഹിന്ദുത്വ വാച്ച് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട എക്സ് അക്കൗണ്ട് ഉണ്ട്. അവർ പ്രധാനമായി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ ഹെയ്റ്റ് ക്രൈംസിനെ റെക്കോർഡ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കാണാൻ പറ്റില്ല. ലോകത്തെല്ലാവർക്കും കാണാൻ പറ്റും, ഇന്ത്യയിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകൾ, നിരവധി കണ്ടൻറ്റുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പേരെന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂവിക്ക് സെൻസർഷിപ്പ് കൊടുക്കണോ വേണ്ടതെന്നുള്ളത് സെൻസർ ബോർഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രദർശനാനുമതിയുള്ളൊരു കാര്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് സർക്കാർ ഒരു ഓർഡർ ഇടുന്നു, എടുത്തു മാറ്റുന്നു, ഭയന്ന് എടുത്തു വലിക്കുന്നു. ഇപ്പോൾ Z5 എന്ന് പറയുന്നത് ഭയന്ന് എടുത്തു വലിക്കുന്നു. അതിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ പ്രൈം ആണെങ്കിലും എല്ലാവരും ഭരണകൂടത്തോടെ എതിർക്കാൻ പോകില്ല. കാരണം അവർക്ക് മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതാണ് യഥാർത്ഥത്തിലുള്ള അപകടം. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മേലുള്ള ഭരണകൂടത്തിൻ്റെ ഈ അധീശത്വം അത് ഭയപ്പെടുന്നതാണ്. അതാവ് സാഹിബ്, ഈ സത്ലജ് എന്ന സിനിമ എന്തിനാണ് കേന്ദ്രം ഭയപ്പെടുന്നത്? അല്ല, ഇതിൽ കേന്ദ്രം ഭയപ്പെട്ടു എന്ന് വെച്ചാൽ കേന്ദ്രം ഭയപ്പെട്ടതായിട്ട് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. നേരത്തെ സൈഫ് പറഞ്ഞത് വ്യത്യസ്തമാണ്. യുടെ ഔദ്യോഗികമായിട്ട് കുറിപ്പിൽ അവർ പറയുന്നത്, ഇൻ ലൈറ്റ് ഓഫ് കറണ്ട് ഡെവലപ്മെൻറ്റ്സ് സത്ലജ് വിൽ ബി അൺഅവൈലബിൾ ഇൻ ഇന്ത്യ അൺടിൽ ഫർദർ നോട്ടീസ്. We remain committed to exploring every appropriate avenue through due process to bring the film back to our audience at the earliest opportunity. അപ്പോൾ അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് കറണ്ട് ഡെവലപ്മെൻറ്റ്സ് ആണ്. എന്താണ് ഈ കറണ്ട് ഡെവലപ്മെൻറ്റ്സ്? നമുക്ക് സെൻസർ ബോർഡ് പറഞ്ഞ വിശദീകരണമായിരുന്നു ഞാൻ നേരത്തെ കൂട്ടി. സെൻസർ ബോർഡ് നേരത്തെ പറഞ്ഞു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ പറഞ്ഞ കാരണം 127 കട്ടുകളൊക്കെ അവർ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഇത് ഫുൾ അൺകട്ട് വേർഷൻ ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 48 മണിക്കൂർ ഇതിനകത്ത് സീൽ നിന്നിട്ടുള്ളൂ. ഈ 48 മണിക്കൂർ നിന്നില്ല, 46 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടാവുള്ളൂ. ഈ 46 മണിക്കൂറിനുണ്ടായിട്ടുള്ള ഇവർ ഈ പറയണ കറണ്ട് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഫിലിം കണ്ടു, റിവ്യൂ ചെയ്തു, അതാണ് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ വേറെന്തോ ഒരു കറണ്ട് ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ Z5-ലല്ലേ അതുള്ളത്? Z5-ൽ അത് അവൈലബിൾ അല്ല, പക്ഷേ ഇൻ്റർനാഷണൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇതിനകത്ത് അപ്രോപ്രിയേറ്റ് അവന്യൂവിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. ആൻഡ് ഓഡിയൻസിന് എളുപ്പം, ഓഡിയൻസ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാരോട് ഇവർക്കൊരു ബാധ്യത ഉണ്ടല്ലോ, കാരണം അവർ കസ്റ്റമേഴ്സ് അല്ലേ പക്ഷേ നമ്മുടെ ഇന്ത്യൻ സെൻസർ ബോർഡിന് ഈ OTT റിലീസുമായി ബന്ധപ്പെട്ട് അവരുടെ ജുറിസ്ഡിക്ഷനിൽ പെട്ടതല്ല. കാരണം പബ്ലിക് വ്യൂയിങ്ങിൽ ഇൻഡിവിജ്വൽ വ്യൂയിങ് ആണ്. പക്ഷേ IT ആക്ട് 69A പ്രകാരം സർക്കാരിന് ഏതൊരു ഇൻ്റർമീഡിയറി, അവരുടെ ഭാഷയെ പറഞ്ഞാൽ ഇതെല്ലാം ഇൻ്റർമീഡിയറീസാണ്, ഏത് ഇൻ്റർമീഡിയറി പ്ലാറ്റ്ഫോമിനോടും പബ്ലിക് ഓർഡർ, കമ്മ്യൂണൽ ഹാർമണി, നാഷണൽ സെക്യൂരിറ്റി, ഈ 3 വിഷയത്തിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കിംഗ് ഓർഡർ കൊടുക്കുവാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട്, MIBക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലതും പോയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. പക്ഷേ തുടക്കം മുതൽ ഇത് നമുക്കറിയാം 2022 ഇവർ ഫിലിം ഇറക്കുന്നത്. ഈ ഹണി ട്രഹാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ഇദ്ദേഹം പഴയ ഇതേപോലെ വിവാദമായ ഒരു ഫിലിമുണ്ട് ഉഡ്താ പഞ്ചാബ് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുണ്ടായിരുന്ന ആളാണ്. മധ്യപ്രദേശുകാരനാണെങ്കിലും അദ്ദേഹം വളർന്നത് തരൻ എന്ന് പറയുന്ന പഞ്ചാബിലെ പ്രദേശത്താണ്. അപ്പോൾ ഈ സിനിമ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സിനിമ എന്ന് പറഞ്ഞാൽ ജസ്വന്ത് സിംഗ് ഖലാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെക്കുറിച്ചാണ്. എന്തായിരുന്നു ആ മനുഷ്യൻ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജസ്വന്ത് സിംഗ് ഖലാർ ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഏതെങ്കിലും നിലക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹിക പ്രവർത്തനമോ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഇറ്റ് വാസ് ഇൻ ഈ ഏർലി 90s 92 കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനെ കാണാതാവുന്നു, ഡിസപ്പിയേർഡ്. അപ്പോൾ ഡിസപ്പിയേർഡ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് ഇദ്ദേഹം അന്വേഷിക്കുമ്പോഴാണ് പോലീസുകാർ എവിടെയോ വെടിവെച്ച് കൊന്നിട്ട് എവിടെയോ ദഹിപ്പിച്ചതാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അപ്പം ഉള്ളി ഇതിൻ്റെ പിറകെ നടക്കുകയാണ്. പിന്നെ ജീവിതം മൊത്തം ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ അമൃത്സറിൽ മാത്രം 2097 മനുഷ്യരെ, ചെറുപ്പക്കാരെ, പഞ്ചാബികളായ ചെറുപ്പക്കാരെ ഇതേപോലെ പോലീസ് കൊണ്ടുപോയി വെടിവെച്ചു, ദഹിപ്പിച്ചു. ഒന്നുകിൽ ദഹിപ്പിച്ചു അല്ലെങ്കിൽ പുഴയിലെറിഞ്ഞു, ആറ്റിലെറിഞ്ഞു. ഇതാണ് ഈ മനുഷ്യൻ ഡോക്യുമെൻ്റ് ചെയ്തത്. 2097 മനുഷ്യരെ. അത് ത്രൂഔട്ട് പഞ്ചാബല്ല കേട്ടോ, ഈ പറയുന്ന അമൃത്സർ ജില്ലയിൽ മാത്രം. അമൃത്സർ ജില്ല എന്ന് പറയുമ്പോൾ അന്ന് അമൃത്സർ ജില്ല, ഇന്ന് അമൃത്സറും
അമൃത്സർ മനെ തരണ്ട് ഈ 2 ജില്ലകൾ ഇന്ന് പറയുമ്പോൾ ഈ 2 ജില്ലകളായിട്ട്. ഇദ്ദേഹം ഇതിലേക്ക് എത്തിയ ഒരു വഴിയുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ഈ അമൃത്സർ മുനിസിപ്പൽ ക്രെമറ്റോറിയം സെമിറ്ററിയിൽ അവിടെ ഫയർവുഡ് വാങ്ങിയതിന് അസാധാരണമായുള്ള എക്സ്പെൻഡിച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫയർവുഡ് ഇങ്ങനെ അപ്പോൾ അവരത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മുനിസിപ്പൽ ഓഫീസേഴ്സ് ഇത് അസാധാരണമായ രീതിയിലുള്ള പർച്ചേസ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാറ്റിനും ലോഗ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ തവണയും ഒരു ഡീറ്റെയിൽ ഓരോ മൃതദേഹത്തിൻ്റെയും ലോഗ് ബുക്ക്, മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഫയർവുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫയർവുഡ് മേടിക്കുമ്പോൾ അത് പിന്നീട് ഓഡിറ്റിങ്ങിലൊക്കെ പ്രശ്നമാകുമെന്ന് കരുതിയിട്ടായിരിക്കാം ഈ മുനിസിപ്പൽ ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ലോഗ് ബുക്ക് വിത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓരോ ബോഡിയുടെ ഇത് മാത്രമല്ല അതിൻ്റെ ഉള്ള വൂണ്ടുകളെക്കുറിച്ച് വരെ എഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് വൂണ്ടുള്ളത്, ഇത്തരം ഡീറ്റെയിലിങ്ങോട് കൂടിയ ലോഗ് ബുക്ക് ഈ ക്രിമറ്റോറിയം ഓഫീസേഴ്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി ഇതേക്കുറിച്ച് പഠിക്കുന്നു, ഓരോ ബോഡിയുടെയും സ്പെസിഫിക്കേഷൻസ് എടുത്ത് പഠിക്കുന്നു. അങ്ങനെ ട്രേസ് ഔട്ട് ചെയ്ത് 2097 ഇല്ലീഗൽ ഡെത്ത് അല്ലെങ്കിൽ ഇല്ലീഗൽ ഈ ദഹിപ്പിക്കൽ ചടങ്ങുകൾ, ഇതാണ് ഇദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അതിൽ ആളുകൾ ആരാണെന്നതിനെ കുറിച്ച് വന്നു. അത് വലിയ വാർത്തയാവുന്നു, വലിയ വിവാദമാവുന്നു. ദെൻ മൊത്തം പഞ്ചാബിലുള്ള ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. പലയിടത്തും ഒരുപാട് ഈ സാമൂഹ്യ സംഘടനകൾ, ചെറുപ്പക്കാർ, ഇവരുടെ ക്രിസ്ത്യൻ സംഘടന നെറ്റ്വർക്ക് ഇവരായിട്ടൊക്കെ ഇതുണ്ടാക്കുന്നു. 25,000-ലധികം ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് അല്ലെങ്കിൽ എൻകൗണ്ടർ കില്ലിങ്സ് പഞ്ചാബിലുണ്ടായി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. പക്ഷെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഈ അമൃത്സറിൽ മാത്രമാണ്. അത് 2097 ഇതേക്കുറിച്ച് ഇദ്ദേഹം ധാരാളമായിട്ട് സംസാരിക്കുന്നു, എഴുതുന്നു, ഇൻ്റർനാഷണൽ ബോഡികളിലേക്ക് പോകുന്നു. ആംനസ്റ്റി ഇത് ടേക്കപ്പ് ചെയ്യുന്നു. ഇദ്ദേഹം ലണ്ടനിൽ പോകുന്നു. അവിടെ ഈ ലോകത്തെങ്ങുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു, പബ്ലിക് സ്പീച്ച് നടത്തുന്നു. കാനഡയിൽ പോകുന്നു. കാനഡയിലാണ് അദ്ദേഹം അവസാനമായിട്ട് 95 അവസാനമായിട്ട് സംസാരിക്കുന്നത്. അന്ന് അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു ഇരുട്ടാണ് ഇവിടെ, പഞ്ചാബിലങ്ങ് ഇരുട്ടാണ്, ഞാൻ ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അപകടം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അത് ചെറിയ വിളക്കാണെങ്കിലും അത് വെളിച്ചം നൽകുന്നുണ്ട്. ഇനിയുമേറെ കൊലപാതകങ്ങളിലേക്ക് അത് വെളിച്ചം നൽകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടുന്ന് അദ്ദേഹത്തോട് പലരും ഉപദേശിക്കുന്നുണ്ട്, ഇന്ത്യയിലേക്ക് തിരിച്ചു പോകരുത്, അപകടത്തിലാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ഇതുപോലെ മുഴുവൻ മറ്റ് ജില്ലകൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നു. വിത്തിൻ വീക്സ് 5-ാം തീയതി, സെപ്റ്റംബർ 5-ാം തീയതിയാണ് അദ്ദേഹം വീട്ടിന് പുറത്ത് കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിട്ടില്ല. ഭാര്യ ഇത് നിയമ നടപടികളായിട്ട് പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, CBI അന്വേഷണം നേടിയെടുക്കുന്നു. സുപ്രീം കോടതി വഴി CBI അന്വേഷണം നേടിയെടുക്കുന്നു. CBI അന്വേഷിക്കുന്നു. CBI ഇത് പോലീസുകാരാണ് ഇതിൻ്റെ കൊലക്ക് പിറകിലെന്ന് CBI കണ്ടെത്തുകയും പോലീസ് ഓഫീസേഴ്സിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് മേടിക്കുന്നുണ്ട്. ഇതേ CBI സംഘം ഇദ്ദേഹം നടത്തിയ ഇദ്ദേഹം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുണ്ടല്ലോ, ഈ 2097 അതിനെയും എൻഡോസ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന നിയമവിരുദ്ധ കൊല, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റാമ്പൻ്റ് ഇൻ പഞ്ചാബ് എന്നുള്ള സത്യം വസ്തുതാകഥനത്തിലൂടെ ലോകത്തിന് മുമ്പ് കൊണ്ടുവന്ന ഒരു മനുഷ്യാവകാശ പോരാളിയാണ് ജസ്വന്ത് സിംഗ് കൽറ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ സിനിമ. അദ്ദേഹത്തിൻ്റെ കഥയാണെന്ന് പറയുന്നത് അപ്പുറത്ത് KPS ഗില്ലിൻ്റെയും കഥയാണ്. ഈ മനുഷ്യൻ അവിടെ DGP ആയിരിക്കുന്ന 10 വർഷം. ആ കാലത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. 1992 ബിയാൻ സിംഗ് മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനു മുമ്പ് 88 മുതൽ 92 വരെ രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു. 92 ഇലക്ഷൻ നടക്കുന്നു, ബിയാൻ സിംഗ് തിരഞ്ഞെടുക്കപ്പെടുന്നു. ശ്രദ്ധിക്കണം, ആ ഇലക്ഷനിലെ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ? 23%. 23-നും 25-നും ഇടയിൽ അത്രയും മനുഷ്യർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ബിയാൻ സിംഗ് എന്തു വേണേൽ ചെയ്തോ എന്ന് KPS ഗില്ലിനോട് പറയുന്നു. ഗില്ല് ഈ പറഞ്ഞ പരിപാടി നടത്തുന്നു. ഇന്ത്യയുടെ അയൺ മാനായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഈ മനുഷ്യനെ പുകഴ്ത്തുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം പലതരം പൊസിഷൻസ് അദ്ദേഹത്തിന് വരുന്നു. നരേന്ദ്രമോദി സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് 2002 ഇദ്ദേഹത്തെ വെക്കുന്നുണ്ട്, ഗുജറാത്തിലെ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട്. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് അവിടുത്തെ ആൻറ്റി നക്സൽ കോമ്പാറ്റ് ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ നിയമിക്കുന്നുണ്ട്. ശ്രീലങ്കക്കാർ അദ്ദേഹത്തിന് ഉപദേശം അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ആക്കുന്നുണ്ട്. അന്ന് ആ ഹോക്കി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഹോക്കിയിൽ ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യ കളിക്കുന്നില്ല. അതിനാൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സ്കാൻഡൽസുമായി ബന്ധപ്പെട്ട് അവർ അയോഗ്യരാക്കപ്പെടുന്നു.
ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റിയില്ല. കാരണം അവിടെയുള്ള ഈ അഡ്വക്കസി ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പുകൾ അവിടുത്തെ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ഇദ്ദേഹത്തിന് ട്രാവൽ ബാൻ, ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഉസ്താദാണ് എന്ന് അവിടുത്തെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി ട്രാവൽ ബാൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് KPS ഗില്ലിൻ്റെയും ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസിൻ്റെയും അതിനെതിരായി ജസ്വന്ത് സിംഗ് ഖൽറ നടത്തിയ പോരാട്ടത്തിൻ്റെയും കഥയാണ്. ആ ഒരു കഥ ജനങ്ങൾ അറിയണ്ട എന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പഞ്ചാബിലും കാശ്മീരിലും ഈ പറയുന്ന തീവ്രവാദത്തിനെതിരായ പോരാട്ടം എന്ന പേരിൽ നടന്നിട്ടുള്ള കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. ഇതേ പാറ്റേൺ കാശ്മീരിൽ 90കളിൽ നടക്കുന്നുണ്ട്. 80കളിലും 90കളിലുമാണ് പിന്നെ പഞ്ചാബിൽ നടക്കുന്നത്. 95 വരെയുള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നതെങ്കിൽ അതിനുശേഷമാണ് കാശ്മീരിൽ നടക്കുന്നത്. കാശ്മീരിൽ ഒരു സംഘടനയുണ്ട്, APDP എന്ന് പറഞ്ഞിട്ട്, അസോസിയേഷൻ ഓഫ് ദ പാരൻസ് ഓഫ് ഡിസപ്പിയേർഡ് പേഴ്സൺസ് ആണ് അതിൻ്റെ പേര്. ഇങ്ങനെ ഡിസപ്പിയേർഡായ, ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസിലായ എവിടെയെന്നും അറിയില്ല. അവരുടെ കണക്ക് പ്രകാരം 15,000 ആളുകളാണ്. APDPയുടെ കണക്ക് പ്രകാരം 15,000 ചെറുപ്പക്കാരാണ് ഇങ്ങനെ ഫോഴ്സ്ഡ് എങ്ങോട്ടാണെന്ന് അറിയാതെ പോയത്. ഈ ചെറുപ്പക്കാരെയെല്ലാം പോലീസ് കൊണ്ടുപോയി, പോലീസോ പാരാമിലിറ്ററിയോ കൊണ്ടുപോയി കൊല്ലുകയോ മറമാടുകയോ അജ്ഞാതമായ സ്ഥലങ്ങളിൽ മറമാടുകയോ ചെയ്തു എന്നുള്ളതാണ് APDPയുടെ ആരോപണം. അവിടെ എന്താണ് ഹാഫ് വിഡോസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രയോഗം തന്നെ കാശ്മീരിലുണ്ട്. എന്താണ് ഈ ഹാഫ് വിഡോസ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ പോയ ആളുകളുണ്ട്, അവരുടെ ഭാര്യമാർ, അവരെ സംബന്ധിച്ച് അവർ ലീഗലി അവർ വിഡോസ് അല്ല. അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ സ്വത്ത്, ബാങ്ക് അക്കൗണ്ട് ഇതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ദർ ഇസ് നോ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അവരുടെ മരണം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവർക്ക് പുനർവിവാഹം ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഹാഫ് വിഡോസ്, അറ്റ്ലീസ്റ്റ് 10,000 ഹാഫ് വിഡോസ് അവിടെ ഉണ്ടെന്നാണ് APDP പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, പക്ഷേ ഇതിൽ കാശ്മീരിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, അവിടുത്തെ സർക്കാരിൻ്റെ തന്നെ ബോഡിയായിട്ടുള്ള ഈ ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ SHRCയുടെ കണക്കുണ്ട്. അവരുടെ കണക്കിൽ 2,900 സംതിങ് ആണ് ആളുകൾ ഇതേപോലെ പോലീസ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈന്യമോ പോലീസോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്, ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് എന്നുള്ളത് ഭരണകൂടം സ്വന്തം പൗരന്മാർക്കെതിരെ പ്രയോഗിക്കുന്ന മാരകമായിട്ടുള്ള ഒരു ആയുധമാണ്, കൊടിയ മനുഷ്യാവകാശ ലംഘനമാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും വലിയ തോതിൽ നടന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് പഞ്ചാബും കാശ്മീറും. അതിൽ പഞ്ചാബിൽ എന്തായിരുന്നു നടന്നതെന്നതിനെക്കുറിച്ചുള്ള കഥയാണ് ഈ പറഞ്ഞ സത്ലജ്. ഈ സിനിമയുടെ ആദ്യത്തെ പേര് പഞ്ചാബ് ഘലൂഘര എന്നായിരുന്നു. ഘലൂഘര എന്ന് പറഞ്ഞാൽ ഈ സിഖ് ടെർമിനോളജിയിൽ ഈ നമ്മളെന്താണ് വലിയ കൂട്ടക്കൊലകൾ, ജിനോസൈഡ് എന്നൊക്കെ പറയുന്നില്ല, ആ നിലക്ക് അവർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഘലൂഘര. അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് തന്നെ ഉള്ളൊരു വാക്കാണ്. ആ പേര് പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചാബ് 95 എന്നാക്കുന്നത്. അപ്പോൾ അത് എന്നിട്ടും വീണ്ടും കട്ടുകളൊക്കെ നിർദ്ദേശിച്ചപ്പോഴാണ് അവർ OTTയിലേക്ക് സത്ലജ് എന്ന പേരിൽ ഈ സിനിമ കൊണ്ടുവരുന്നത്. അപ്പോൾ സത്ലജ് ഇന്ത്യയിൽ ആളുകൾക്ക് കാണാൻ പറ്റില്ല, ഔദ്യോഗികമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റില്ല. പക്ഷേ സത്ലജ് നിരോധിക്കപ്പെട്ടതോടുകൂടി ആളുകൾ എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്തായിരുന്നു സത്ലജ് പറഞ്ഞ കഥ എന്ന് ആളുകൾ അതേക്കുറിച്ച് അന്വേഷിക്കും, പഠിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സത്ലജ് OTT ZEE5ൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നപ്പോൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്തായിരുന്നു സത്ലജിൻ്റെ കഥ, അല്ലെങ്കിൽ ജസ്വന്ത് സിംഗ് ഖൽറയുടെ കഥ എന്ന് 100,000 ഇരട്ടി ആളുകൾ കൂടുതൽ അറിയും എന്ന് മാത്രമേ ഞാൻ ഭരണകൂടം മനസ്സിലാക്കേണ്ട കാര്യം. നിരോധനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അജ്ഞാതമായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് നമുക്കറിയില്ല എന്താണ് സംഭവിച്ചത്. പക്ഷേ ഇന്ന് രാജ്യം മുഴുവൻ ഈ ഖൽറയെക്കുറിച്ച്, ഈ സിനിമയെക്കുറിച്ച്, സിനിമയുടെ കഥയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈലൻസ് ചെയ്യാൻ ഭരണകൂടത്തിന് സാധിക്കില്ല. അത് സത്ലജ് അതിലൊരു പാഠമാണ്. യെസ്. അപ്പോൾ സത്ലജ് എന്ന ഈ സിനിമയുടെ OTT സ്ട്രീമിങ്ങും നിർത്തിവെച്ച നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. അതിലിപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് എന്ന് മാത്രമേ സീ നെറ്റ്വർക്ക് പറയുന്നുള്ളൂ. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. അതുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.